റെനയുമായിട്ടുള്ള ആ ഒരു വിഷയം വളരെയധികം ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോൾ ആര്യൻ നേരെ ക്യാമറയിലെടുത്ത് നോക്കി ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു വിഷ്വൽസ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണിക്കണം, എൻ്റെ സത്യസന്ധത എനിക്ക് തെളിയിക്കണമെന്ന്. ആ വിഷ്വൽസ് എങ്ങാനും കാണിച്ചു കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ആര്യൻ തന്നെയായിരിക്കും. കാരണം ആര്യൻ ആ ഒരു ചെയ്ത പ്രവൃത്തി ഒട്ടും തന്നെ ശരിയല്ല. ആര്യന് വളരെ മോശമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഒന്നുമില്ലായിരുന്നു. അതായത് മോശമായ രീതിയിൽ റെനയുടെ മേകത്ത് കയറി കിടക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ആര്യൻ ആ ഒരു ആക്ട് ചെയ്തത്. പക്ഷേ ആര്യൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. റെനയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. കാരണം കട്ടിലിൽ കയറി കിടന്നു, അത് ആര്യനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കാം. ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ ആര്യനത് ആ ഒരു തമാശ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ റെനയുടെ അടുത്ത് പറയാം, ദേഷ്യപ്പെട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും റെനയോട് ഒന്ന് മാറാൻ പറയാം, ക്യാപ്റ്റൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ടായിരുന്നു. പക്ഷേ ആര്യൻ ചൂസ് ചെയ്തത് വളരെ മോശമായൊരു രീതിയിലുള്ള ഒരു ആക്ട് ചെയ്യാനായിരുന്നു. ഈവൻ മീത്ത് ടച്ച് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു മോശമായ ഒരു ആക്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷ്വൽസ് ഒക്കെ എല്ലാവരുടെയും മുൻപിലിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ആര്യൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ അവിടെ ആര്യൻ കൈ മാത്രം ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിഷ്വൽസിൻ്റെ അകത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് കാലുകൂടി അങ്ങോട്ട് ബെഡിൻ്റെ സൈഡിലേക്ക് കയറ്റി വെക്കാൻ നോക്കുന്ന ഒരു വിഷ്വൽസ് ആണ് യഥാർത്ഥത്തിലുള്ളത്. അത് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു സോറി പറയേണ്ടി വരും. സോറി മാത്രമായിരിക്കില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ശിക്ഷയും കൂടെ കിട്ടിയെന്നൊക്കെ ഇരിക്കാം. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.